രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലം. ജർമ്മൻ ആക്രമണങ്ങളിൽ നിന്ന് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനായി നിരവധി കുടുംബങ്ങൾ ലണ്ടൻ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ പീറ്റർ, സൂസൻ, എഡ്മണ്ട്, ലൂസി എന്നീ 4 സഹോദരങ്ങളെയും അവരുടെ മാതാപിതാക്കൾ നഗരത്തിൽ നിന്ന് അകലെ ഒരു വലിയ പഴയ വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിൽ അവരെ നോക്കുന്നത് കർശന സ്വഭാവമുള്ള വീട്ടുജോലിക്കാരിയാണ്. എന്നാൽ കുട്ടികൾക്ക് ആ വലിയ വീട്ടിൽ ചുറ്റിനടന്ന് കളിക്കാൻ ധാരാളം സ്ഥലമുണ്ട്. ഒരു ദിവസം ഒളിച്ചുകളിക്കുമ്പോൾ ലൂസി ഒരു മുറിയിൽ കയറുന്നു. അവിടെ അവൾ ഒരു വലിയ പഴയ അലമാര കാണുന്നു. മറ്റുള്ളവർ വരുന്നത് കാണാതെ ലൂസി അലമാരയ്ക്കുള്ളിലേക്ക് കയറുന്നു. ആദ്യം വസ്ത്രങ്ങൾക്കിടയിലൂടെ നടക്കുന്നതുപോലെ തോന്നുന്നു. പക്ഷേ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവളുടെ കാലുകൾ തണുത്ത മഞ്ഞിൽ പതിക്കുന്നു. അവൾ പിന്നിലേക്ക് നോക്കുന്നു. അലമാരയും മുറിയും കാണാനില്ല. മുന്നിൽ മഞ്ഞുമൂടിയ ഒരു വലിയ കാട്. അങ്ങനെ ലൂസി അറിയാത്ത ഒരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. അവൾ അവിടെ ഒരു വിളക്കുകാലിനരികിൽ എത്തുമ്പോൾ വിചിത്രമായ ഒരു ജീവിയെ കാണുന്നു. മനുഷ്യനെപ്പോലെയുള്ള ശരീരവും ആടിന്റെ കാലുകളുമുള്ള ആ ജീവിയാണ് മിസ്റ്റർ ടംസ്. ടംസ് ലൂസിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ വച്ച് അവൻ അവൾക്ക് ചൂടുള്ള ഭക്ഷണവും പാനീയവും നൽകുന്നു. സംസാരത്തിനിടയിൽ ലൂസി താൻ മറ്റൊരു ലോകത്തുനിന്നാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ ടംസ് ഞെട്ടുന്നു. കാരണം നാർണിയയിൽ മനുഷ്യർ വളരെ അപൂർവമാണ്. ടംസ് ലൂസിയോട് നാർണിയയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. വെളുത്ത മന്ത്രവാദിനി എന്ന ശക്തയായ ഒരു മന്ത്രവാദിനിയാണ് നാർണിയയെ നിയന്ത്രിക്കുന്നത്. അവളുടെ ശാപം കാരണം നാർണിയയിൽ എപ്പോഴും ശീതകാലമാണ്. എന്നാൽ ക്രിസ്മസ് ഒരിക്കലും വരില്ല. അതേസമയം ഒരു പഴയ പ്രവചനമുണ്ട്. നാർണിയിലെ 4 സിംഹാസനങ്ങളിൽ 4 മനുഷ്യർ ഇരിക്കുന്ന ദിവസം മന്ത്രവാദിനിയുടെ ഭരണം അവസാനിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ലൂസി യഥാർത്ഥത്തിൽ ആ 4 മനുഷ്യരിൽ ഒരാളാണെന്ന് മനസ്സിലാക്കിയ ടംസ് ഭയപ്പെടുന്നു. മന്ത്രവാദിനിയുടെ ഉത്തരവ് പ്രകാരം മനുഷ്യരെ കണ്ടാൽ അവരെ പിടികൂടി അവളുടെ മുന്നിൽ എത്തിക്കണം. എന്നാൽ ലൂസിയോട് കരുണ തോന്നിയ ടംസ് അവളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ലൂസി അലമാരയിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്നു. അവൾ നടന്നതെല്ലാം സഹോദരങ്ങളോട് പറയുന്നു. പക്ഷേ അവർ അത് വിശ്വസിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലൂസി വീണ്ടും അലമാരയിലൂടെ നാർണിയയിൽ എത്തുന്നു. ഇത്തവണ എഡ്മണ്ടും അവളുടെ പിന്നാലെ പോകുന്നു. പക്ഷേ ഇരുവരും വേർപിരിയുന്നു. എഡ്മണ്ട് മഞ്ഞിലൂടെ നടക്കുമ്പോൾ ഒരു മനോഹരമായ രഥത്തിൽ വരുന്ന സ്ത്രീയെ കാണുന്നു. അവൾ തന്നെയാണ് വെളുത്ത മന്ത്രവാദിനി. അവൾ എഡ്മണ്ടിനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു. അവന്റെ സഹോദരങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. എഡ്മണ്ടിന്റെ മനസ്സിൽ അവരെക്കാൾ താൻ വലിയവനാകണമെന്ന ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി അവനെ തന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവൻ പ്രത്യേക മധുരപലഹാരം നൽകുന്നു. അത് കഴിച്ചതോടെ എഡ്മണ്ടിന് അതിനോടുള്ള അമിതമായ ആഗ്രഹം ഉണ്ടാകുന്നു. മന്ത്രവാദിനി വീണ്ടും വരുമ്പോൾ കൂടുതൽ മധുരപലഹാരം നൽകാമെന്നും തന്റെ സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ടുവരണമെന്നും അവനോട് പറയുന്നു. അവൾ എഡ്മണ്ടിന് വലിയ സ്ഥാനവും അധികാരവും വാഗ്ദാനം ചെയ്യുന്നു. എഡ്മണ്ട് അവളുടെ വാക്കുകളിൽ വിശ്വസിക്കുന്നു. അതിനുശേഷം ലൂസിയും എഡ്മണ്ടും വീണ്ടും വീട്ടിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ ലൂസി പറഞ്ഞത് സത്യമാണെന്ന് എഡ്മണ്ടിനും അറിയാം. എന്നാൽ അവൻ സത്യം മറ്റുള്ളവരോട് പറയുന്നില്ല. അല്പസമയത്തിനു ശേഷം 4 സഹോദരങ്ങളും ഒരുമിച്ച് അലമാരയിലൂടെ നാർണിയയിൽ എത്തുന്നു. അവർ നേരെ ടംസിന്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ വീട് തകർത്ത നിലയിലാണ്. ടംസിനെ മന്ത്രവാദിനിയുടെ സൈന്യം പിടിച്ചുകൊണ്ടുപോയതായി അവർ മനസ്സിലാക്കുന്നു. അവരെ സഹായിക്കാൻ വരുന്ന 2 ബീവറുകൾ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വച്ച് കുട്ടികൾ നാർണിയയിലെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നു. അസ്ലാൻ എന്ന മഹത്തായ സിംഹം തിരിച്ചുവരികയാണ്. അസ്ലാൻ തിരിച്ചെത്തിയാൽ മന്ത്രവാദിനിയുടെ ശാപം അവസാനിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതേസമയം ഒരു കാര്യം ബീവറുകൾ മനസ്സിലാക്കുന്നു. എഡ്മണ്ട് കാണാനില്ല. എഡ്മണ്ട് ഇതിനകം മന്ത്രവാദിനിയുടെ കോട്ടയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെ എത്തിയപ്പോൾ മന്ത്രവാദിനി അവനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. പകരം അവനെ തടവിലാക്കുന്നു. ഇതിനിടെ പീറ്റർ, സൂസൻ, ലൂസി എന്നിവർ അസ്ലാനെ കാണാൻ പുറപ്പെടുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ ശീതകാലത്തിന്റെ ശക്തി കുറയാൻ തുടങ്ങുന്നു. മഞ്ഞ് ഉരുകുന്നു. നദികൾ ഒഴുകിത്തുടങ്ങുന്നു. പൂക്കൾ വിരിയുന്നു. നാർണിയിൽ വസന്തം തിരിച്ചെത്തുന്നു. അവസാനം അവർ അസ്ലാനെ കാണുന്നു. അസ്ലാന്റെ സാന്നിധ്യം കുട്ടികൾക്ക് പുതിയ ധൈര്യം നൽകുന്നു. അതേസമയം മന്ത്രവാദിനിയുടെ സൈന്യം എഡ്മണ്ടിനെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നിർത്തുന്നു.
അസ്ലാൻ എഡ്മണ്ടിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ അവനെ ക്ഷമിക്കുന്നു. പക്ഷേ മന്ത്രവാദിനി പഴയൊരു നിയമം ചൂണ്ടിക്കാട്ടുന്നു. വഞ്ചന ചെയ്തവന്റെ ജീവൻ തനിക്കുള്ളതാണെന്നാണ് അവളുടെ അവകാശവാദം. എഡ്മണ്ടിന്റെ ജീവൻ രക്ഷിക്കാനായി അസ്ലാൻ മന്ത്രവാദിനിയുമായി രഹസ്യമായി സംസാരിക്കുന്നു. അവസാനം എഡ്മണ്ടിനു പകരം താൻ ബലിയാകാൻ അസ്ലാൻ സമ്മതിക്കുന്നു. ആ രാത്രി അസ്ലാൻ തന്റെ സൈന്യത്തിൽ നിന്ന് അകന്ന് കല്ലുമേശയിലേക്ക് ഒറ്റയ്ക്ക് നടക്കുന്നു. ലൂസിയും സൂസനും അവനെ പിന്തുടരുന്നു. അസ്ലാൻ അവരോട് തിരികെ പോകാൻ പറയുന്നു. മന്ത്രവാദിനിയും അവളുടെ സൈന്യവും അസ്ലാനെ പിടികൂടുന്നു. അവനെ അപമാനിക്കുകയും ഒടുവിൽ കല്ലുമേശയിൽ കൊന്നുകളയുകയും ചെയ്യുന്നു. ലൂസിയും സൂസനും ദുഃഖത്തോടെ അസ്ലാന്റെ ശരീരത്തിനരികിൽ ഇരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവർ തിരിച്ചെത്തുമ്പോൾ കല്ലുമേശ തകർന്നു കിടക്കുന്നതാണ് കാണുന്നത്. അസ്ലാൻ അവിടെയില്ല. അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. മന്ത്രവാദിനിക്ക് അറിയാത്ത ഒരു പുരാതന നിയമം കാരണം നിരപരാധിയായ ഒരാൾ മറ്റൊരാളുടെ കുറ്റത്തിനായി സ്വയം ബലിയായാൽ മരണത്തിന് അവനെ പിടിച്ചുവയ്ക്കാൻ കഴിയില്ല. അസ്ലാൻ തിരിച്ചെത്തിയതോടെ യുദ്ധത്തിന്റെ സമയം എത്തുന്നു. പീറ്ററും നാർണിയയിലെ സൈന്യവും മന്ത്രവാദിനിയുടെ സൈന്യത്തെ നേരിടുന്നു. വലിയ യുദ്ധം ആരംഭിക്കുന്നു. പീറ്റർ ധൈര്യത്തോടെ പോരാടുന്നു. എന്നാൽ മന്ത്രവാദിനിയുടെ സൈന്യം ശക്തമാണ്. അവസാനം അസ്ലാൻ യുദ്ധഭൂമിയിലെത്തുന്നു. അവന്റെ വരവോടെ പോരാട്ടത്തിന്റെ ദിശ മാറുന്നു. മന്ത്രവാദിനിയുടെ ശക്തി തകരുന്നു. അവസാനം അസ്ലാൻ അവളെ പരാജയപ്പെടുത്തുന്നു. യുദ്ധം അവസാനിക്കുന്നു. നാർണിയ വീണ്ടും സ്വതന്ത്രമാകുന്നു. എഡ്മണ്ടും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി സഹോദരങ്ങളോടൊപ്പം നിൽക്കുന്നു. 4 സഹോദരങ്ങളും നാർണിയയിലെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. പീറ്റർ മഹാരാജാവായും സൂസൻ രാജ്ഞിയായും എഡ്മണ്ട് രാജാവായും ലൂസി രാജ്ഞിയായും അവർ നാർണിയ ഭരിക്കാൻ തുടങ്ങുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു. അവർ ഇനി പഴയ കുട്ടികളല്ല. വലിയ രാജാക്കന്മാരും രാജ്ഞിമാരുമായി അവർ നാർണിയയിൽ വർഷങ്ങളോളം ജീവിക്കുന്നു. ഒരു ദിവസം അവർ കാട്ടിലൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെളുത്ത മാനിനെ കാണുന്നു. അതിനെ പിന്തുടർന്ന് അവർ ഒരു പഴയ സ്ഥലത്ത് എത്തുന്നു. അവിടെ അവർ ഒരു അലമാര കണ്ടെത്തുന്നു. അലമാര കണ്ടതോടെ ലൂസിക്ക് പഴയ ലോകത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു. 4 പേരും അലമാരയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. അടുത്ത നിമിഷം അവർ വീണ്ടും ആ പഴയ വീട്ടിലെ അലമാരയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പക്ഷേ അത്ഭുതകരമായ കാര്യം മറ്റൊന്നാണ്. അവർ നാർണിയിൽ വർഷങ്ങളോളം രാജാക്കന്മാരും രാജ്ഞിമാരുമായി ജീവിച്ചെങ്കിലും സ്വന്തം ലോകത്ത് ഒരു നിമിഷം പോലും കഴിഞ്ഞിട്ടില്ല. അവർ വീണ്ടും പഴയ കുട്ടികളായി മാറിയിരിക്കുന്നു. അവർ അനുഭവിച്ചതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവസാനം അവർ അലമാര അടയ്ക്കുന്നു. എന്നാൽ നാർണിയുടെ ലോകം അവരെ വിട്ടുപോയിട്ടില്ല. അത് വീണ്ടും ഒരിക്കൽ അവരെ വിളിക്കുമെന്ന സൂചനയോടെ കഥ അവസാനിക്കുന്നു.